അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾ എന്താണെന്നാണ്. എന്താണ് വേരിയബിൾ? നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു പെൻ ഹോൾഡർ എടുക്കാം, നിങ്ങളൊരു ബാഗ് എടുക്കാം, അങ്ങനെ എന്ത് വേണം എടുക്കാം. അപ്പോൾ പെൻ ഹോൾഡറിൻ്റെ കേസിൽ നിങ്ങൾ പെൻ ഇട്ട് വെക്കാനാണ് പെൻ ഹോൾഡർ യൂസ് ചെയ്യുന്നത്. ബാഗിൻ്റെ കേസിലോ നിങ്ങൾ ബാഗ്സ് ബുക്സ് കാര്യങ്ങൾ ഇട്ട് വെക്കാനാണ് ബാഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസസ് ആണ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അറിയപ്പെടുന്നത് വേരിയബിൾ എന്നാണ്. നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമുക്ക് നമ്പേഴ്സ്, നമ്മളെ ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യണം, എന്തും സ്റ്റോർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരു ഇമേജ് ആയാലും നിങ്ങൾ എന്തായാലും നിങ്ങൾ കുറേ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഈ സ്റ്റോറേജ് സ്പേസസ് ആണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളെ കോഡ് എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് നെയിം വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ variables.py എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ നെയിം അസൈൻ റോടെക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെയിം അസൈൻ റോടെക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിൻ്റ് നെയിം അടിച്ചാൽ ഓഫ് കോഴ്സ് റോടെക് പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡബിൾ കോട്ടിൽ റോടെക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നെയിം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലുള്ള എന്ത് നമ്മൾ വാല്യൂസ് ആണെങ്കിലും അത് ലെഫ്റ്റ് സൈഡിൽ സ്റ്റോർ ആവും. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് നെയിമാണ്. ഓക്കെ, നെയിമാണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെയിമിന് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ടെസ്റ്റ് എന്നോ അങ്ങനെ ടെസ്റ്റ്, ഹലോ കേട്ടോ, ഇങ്ങനെ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേരിയബിളിൻ്റെ നെയിം എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അവിടെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ എന്താണോ നമ്മൾ ഡാറ്റ കൊടുത്തത് അത് ലെഫ്റ്റ് സൈഡ് സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ നെയിമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നെയിമാണ് വേരിയബിൾ. ഓക്കെ, നമ്മൾ ആ നെയിം പ്രിൻ്റ് ചെയ്തപ്പോഴാണ് അവിടെ പ്രിൻ്റ് റോടെക് എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, നമ്മളൊരു ഒരു വാല്യൂ വേറൊരു വേരിയബിൾ ഒരു സ്റ്റോറേജ് സ്പേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോറേജ് സ്പേസ് ആണ് പ്രിൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോട്ട് ഇവിടെ കൊടുക്കാൻ. കാരണം ഇവിടെ ഡബിൾ കോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ നെയിം എന്നായിരിക്കും പ്രിൻ്റ് ആവുക, റോടെക് എന്നായിരിക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് സ്പേസ് ആയതുകൊണ്ട് ഡബിൾ കോട്ട് കൊടുക്കാണ്ടിരുന്നു. നമ്മൾ പ്രിൻ്റ് ഹലോ വേൾഡ് ഒക്കെ ചെയ്തപ്പോൾ ചുമ്മാ പ്രിൻ്റ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിലാണല്ലോ കൊടുത്തത്. അത് നമുക്ക് ഡയറക്റ്റ്ലി ഡബിൾ കോട്ട് ചെയ്യുന്നതാണ്, ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യുന്ന കേസിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഡബിൾ കോട്ട് കൊടുത്ത് നെയിം കൊടുത്തു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ ആ റോടെക് എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോറായി, എന്നിട്ട് ആ നെയിം അവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നെയിമാണ് അവിടെ വേരിയബിൾ. അതേപോലെ നമ്പറിൻ്റെ കേസിൽ കണ്ടു 1000 എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ 1000 നമ്പറിൽ സ്റ്റോറായി. ഇത്രയേ ഉള്ളൂ, ഓവർ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ 1000 നമ്പറിൽ സ്റ്റോറായി. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, നമ്പറാണ്. ആ നമ്പറിന് പോലെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഈ നെയിം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഈ വേരിയബിളിൻ്റെ പേര് ഇഷ്ടമുള്ള എന്ത് നെയിം വേണം ഇടാം. അപ്പോൾ വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ആദ്യം കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് എറർ വരുന്നത്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ആദ്യം കൊടുക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ സ്പേസ് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. സ്പേസ് ഉണ്ടെങ്കിൽ എററാണ്, അത് മാറ്റുക. അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നിങ്ങൾ പാലിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്പേസ് കൊടുക്കേണ്ട കേസിൽ ഇങ്ങനെ കൊടുക്കാം അല്ലേ, ഇങ്ങനെ സ്പേസ് കൊടുക്കേണ്ട കേസിൽ അണ്ടർസ്കോർ കൊടുക്കാം. ഓക്കെ, 100 എന്ന് പറഞ്ഞ് കൊടുത്തു. 100.1 പോയിന്റ് നമ്പേഴ്സാണ്, 100.1 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അല്ലേ, ഇതേപോലെ നമ്പേഴ്സ് 3 വാല്യൂസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നെയിമിന് 2 ഡബിൾ കോട്ട് കൊടുത്തത്, നമ്പേഴ്സിന് എന്താ കൊടുക്കാഞ്ഞത് അങ്ങനെ വിചാരിക്കും. അവിടെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഡാറ്റ ടൈപ്പ്? ഓക്കെ, അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കുക. നമുക്ക് 3 ഡാറ്റ ടൈപ്പാണ് നമ്മൾ മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡാറ്റ ടൈപ്സ് നമുക്ക് ഇനിയും ഒരുപാട് ഡാറ്റ ടൈപ്സ് നമ്മൾ നോക്കാനുണ്ട്. 3 ഡാറ്റ ടൈപ്സ് നമ്മൾ ബേസിക്കലി പഠിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ ആൾറെഡി അറിഞ്ഞോ അറിയാതെയോ ഡാറ്റ ടൈപ്പ് പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയൊരു ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാനുള്ളൂ. ഈ ഡബിൾ കോട്ടിൽ നമ്മൾ എന്ത് കൊടുത്താലും അതൊരു സ്ട്രിങ് ആണ്. നമുക്കിത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ, ഒരു ക്യാരക്ടേഴ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയാം. അതൊരു സ്ട്രിങ് ആണ്. നമ്മൾ നമ്പേഴ്സ് കൊടുത്തു കണ്ടില്ലേ, 100 എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ്, അതൊരു ഇൻറ്റിജർ ആണ്. ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ പോയിന്റ് നമ്പേഴ്സ് കണ്ടില്ലേ, പോയിന്റ് നമ്പേഴ്സ് അതിനെ ഫ്ലോട്ട് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ പോയിന്റ് നമ്പർ എന്നൊക്കെ നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിൽ പറയും, പക്ഷേ മെഷീൻസിൻ്റെ കേസിൽ ഒരു ഫ്ലോട്ട് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്, ഇൻറ്റിജർ, സ്ട്രിങ്, ഫ്ലോട്ട്, 3 ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ, ഇതെന്താ ഡബിൾ കോട്ട് കൊടുക്കാത്തതെന്ന്, അത് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ 100 കൊടുത്തു. ഞാൻ ഇപ്പോൾ യൂഷ്വലി ഞാൻ നിങ്ങൾക്ക് വരും ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ, 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നത്. ഞാൻ ചുമ്മാ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാം. നമ്പർ പ്ലസ് പോയിന്റ് നമ്പർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യും അല്ലേ, 2 വേരിയബിൾ അല്ലേ. 100 സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാ, 100ൻ്റെ വേരിയബിൾ നമ്പറാണ്. 100.1ൻ്റെ വേരിയബിൾ എന്താ, പോയിന്റ് നമ്പറാണ്. ആ 2 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 200.1 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കും കേട്ടോ, പ്ലസ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ പഠിക്കും. ഇത് വെച്ച് ടെൻഷൻ ആവണ്ട, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഡബിൾ കോട്ട് കൊടുക്കരുത് നമ്മളെ ഇതിൽ ആണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്പേഴ്സിൻ്റെ കേസിൽ എന്താ ഡബിൾ കോട്ട് കൊടുക്കാത്തതെന്ന്. ഓക്കെ, നമ്പേഴ്സ് കൊടുക്കാം, ഡബിൾ കോട്ട്സ് കൊടുക്കാം, സെയിം ഔട്ട്പുട്ട് അല്ല, നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ സെയിം ഔട്ട്പുട്ട് ആയിരിക്കും വരിക. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഞാനിത് പ്രിന്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ 100.1 എന്നാണ് വന്നത്. കാരണം അതൊരു നമ്പറായിട്ട്, അതൊരു ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തത്, കാരണം സ്ട്രിങ് ആയിട്ട് എടുത്ത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ടിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രിങ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സിന് ഇത് കൊടുക്കാത്തത്. ഓക്കെ, നിങ്ങൾ ഇനി ടൈപ്പ് ചെക്ക് ചെയ്യണമെങ്കിലോ, എന്ത് ടൈപ്പാണ് ചെക്ക് ചെയ്യണമെങ്കിലോ, പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ, അതൊരു ക്ലാസ് STR എന്ന് പറഞ്ഞു വന്നു ആണല്ലേ. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, അതൊരു ഇൻറ്റിജറാന്ന് പറഞ്ഞു വന്നു. പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, അത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്ലോട്ടാണെന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്. അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ടൈപ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡാറ്റ ആഡ് ചെയ്യുക. നിങ്ങളുടെ നെയിം നിങ്ങളുടെ ഒരു ടാസ്ക് ആയിട്ട് ചെയ്തോ വേണമെങ്കിൽ. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഒരു ഫാമിലി ഡീറ്റെയിൽസ്, ഒരു അഡ്രസ്സ്, അങ്ങനെ ഒരു വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.